ഹായ് നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ മനസ്സമാധാനം നമ്മുടെ കയ്യിലാണ്. നമ്മുടെ മൈൻഡ് പവറൊക്കെ ഉപയോഗിച്ച് നമ്മളെങ്ങനെ മനസ്സമാധാനം കണ്ടെത്താം, അത് എങ്ങനെ നമ്മളെപ്പോഴും എങ്ങനെ കൂളായിട്ടിരിക്കാം, നമുക്ക് കാര്യങ്ങളൊക്കെ നല്ല ടെൻഷനില്ലാതെ കാം ആൻഡ് കൂളായിട്ടൊക്കെ കൈകാര്യം ചെയ്യാനൊക്കെ ഇതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള എനിക്കറിയാവുന്ന ചെറിയ ചെറിയ ടിപ്സുകളൊക്കെയാണ് ഞാൻ നിങ്ങളോടത്ത് പറയുന്നത്. ഞാൻ പരീക്ഷിച്ചിട്ട് നോക്കിയിട്ടുള്ളതും എനിക്ക് വിജയിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മൾ ജീവിതത്തിൽ എന്ത് തന്നെ വന്നാലും അതിനെ കാമായിട്ടും കൂളായിട്ടൊക്കെ നമുക്കത് നേരിടാൻ വേണ്ടി നമ്മുടെ മനഃശക്തി എങ്ങനെ ഉപയോഗിക്കാമെന്നൊക്കെ നമുക്ക് നോക്കാം. പറയുന്ന ടെക്നിക്ക് നിങ്ങൾ ഒരു 21 ദിവസം തുടർച്ചയായിട്ട് ചെയ്തു നോക്കണം. അത്രയും എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നമ്മളൊക്കെ നമ്മുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്ത് നമ്മൾ നെഗറ്റിവിറ്റിയിൽ നിന്ന് പോസിറ്റിവിറ്റിയിലേക്ക് മാറേണ്ടതുണ്ട്. ഇത് നമ്മൾ ഒറ്റ ദിവസം കൊണ്ടൊന്നും നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ കുറേ വർഷം കൊണ്ട് നമ്മൾ ചിന്തിച്ച് കൂട്ടിയ കാര്യങ്ങളൊന്നും ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മൾ നെഗറ്റിവിറ്റിയിൽ നിന്ന് നമ്മൾ പോസിറ്റിവിറ്റിയിലേക്ക് മാറുകയും നമ്മുടെ ജീവിതം നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുകയും ചെയ്യും. നമ്മൾ നന്ദി പറയുക. നമ്മൾ ചെറിയ കാര്യങ്ങൾക്കായിരുന്നാലും നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ദിവസം ആരംഭിക്കും. ഇപ്പം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പം തന്നെ ഇന്നത്തെ ഒരു ദിവസം കൂടി നീ എനിക്ക് തന്നതിന് നമ്മൾ ദൈവത്തോട് നന്ദി പറയുക. നമ്മളിപ്പം ഇത് നമ്മൾ എത്ര വലിയവരായിരുന്നാലും ചെറിയവരായിരുന്നാലും ഈ നന്ദി പറയുന്നതിലൂടെ നമുക്ക് ഉള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ നമ്മൾ നന്ദി പറയുമ്പോൾ നമ്മൾ മനസ്സ് അത്രയും സന്തോഷം കൊണ്ട് നിറയുകയും നമ്മൾ ഇത്രയും അനുഗ്രഹത്തിലാണോ നമ്മൾ ജീവിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോവുകയും ചെയ്യും. അത്രയ്ക്കും വേണ്ടിയിട്ട് നമുക്ക് അനുഗ്രഹങ്ങളുടെ കൂമ്പാരം തന്നെയുണ്ട്. പക്ഷേ നമ്മളത് കാണത്തില്ല. നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ നമുക്ക് കൂടുതലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. കൂടുതൽ പേരിലും അങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ഉള്ളിലൂടെ അങ്ങ് കടന്നു പോകുന്നത്. ടെൻഷനും അതുപോലെ തന്നെ ഇനി വരാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ആവിരാതികളും കഴിഞ്ഞു പോയ കാലങ്ങളെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ ആയിരിക്കും നമ്മൾ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ. ഇത് നമ്മൾ മനസ്സിൽ ഒരു ദിവസം തന്നെ 60,000 അങ്ങനെ എന്തോ കണക്കിന് എത്ര കൃത്യമായിട്ട് അറിഞ്ഞാൽ ചിന്തകൾ കടന്നു പോകുന്നതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതിൽ കൂടുതലും നമ്മൾ ജീവിച്ചു വരുന്ന സാഹചര്യങ്ങളനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്കൊക്കെ അനുസരിച്ചായിരിക്കും നമ്മുടെ ചിന്തകൾ. നമ്മൾക്ക് കൂടുതൽ നെഗറ്റിവിറ്റിയിലേക്കുള്ള ആൾക്കാരോടായിട്ടായിരിക്കും സഹവാസമെങ്കിൽ കൂടുതലും നമ്മൾ നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും നമ്മളുടെ ഉള്ളിലേക്ക് കിടക്കുന്നത്. അതുമാത്രമല്ല നമ്മൾ ചെറുതിലേ തൊട്ട് കണ്ടും കേട്ടും വരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നെഗറ്റീവുള്ള കാര്യങ്ങളായിരിക്കും. അതായത് എത്രയും ആൾക്കാരുടെ സ്വപ്ന ജീവിതമായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. എത്ര ആൾക്കാർക്ക് നമ്മൾ ഇതിനൊക്കെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ പക്രു ചേട്ടനൊക്കെ എനിക്ക് അവരൊക്കെ ഭയങ്കര ഇൻസ്പയർഡ് ആണ്. അവർക്ക് ആണ് ഒരു ചെറിയ കൈകൾ, കാല്, അതുപോലെ ഒരു ചെറിയ ശരീരമാണ്. എന്നിട്ട് ആ ശരീരം വെച്ച് അവർ പഴിച്ചുകൊണ്ട് ഇരിക്കാതെ അവർ അതിന് ഗ്രേറ്റ്ഫുൾ പറഞ്ഞുകൊണ്ട് അവരുടെ ജീവിതം എത്ര മനോഹരമായിട്ടാണ് അവർ ജീവിക്കുന്നത്. ഉള്ളതിൽ അവർ നന്ദി പറഞ്ഞ് ഇല്ലാത്തതിൻ്റെ പേരിൽ അവർ ദുഃഖിക്കാതെ അത് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് വെച്ച് അത് വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ട് അവരുടെ മനസ്സിലാണ് അവരത് സ്വപ്നം കണ്ടത്. അത് നേടിക്കൊടുക്കാൻ ഈ പ്രപഞ്ചം തന്നെ നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ ആ പക്രു ചേട്ടനൊക്കെ ആ സിനിമ ഫീൽഡിലൊക്കെ വരണമെന്നൊക്കെ നല്ല ആഗ്രഹിച്ച് അവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാലും അവർ അതിൽ നിന്ന് പതറാതെ അവർ വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ട് അതൊക്കെ നേടാൻ വേണ്ടി അവരുടെ ദൈവം കൂടെ നിന്ന് അവരെ അനുഗ്രഹിച്ച് ഇപ്പം നന്നായിട്ട് ജീവിക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഇത്രയും പോലും ഇതിനേക്കാളും ഒരുപാട് അനുഗ്രഹങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ടും നമ്മൾ ഇല്ലാത്ത കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. നമ്മൾ ഉള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നേ ഇല്ല. ഇങ്ങനെ നമ്മൾ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് വലിയ വലിയ കാര്യങ്ങളും നമുക്ക് ദൈവം നടത്തിത്തരും. ഇപ്പം നമുക്കൊരു വീടില്ല എങ്കിൽ നമുക്കുള്ള വീടിന് നമ്മൾ നന്ദി പറയുക. ഇപ്പം നമുക്ക് ഇപ്പം വീട്ടിൽ മിക്ക ആൾക്കാരുടെയും ഞാൻ നോക്കിയപ്പം പല വീടുകളിലും പറയണ കേട്ടിട്ടുണ്ട്, എനിക്കൊരു വീടില്ല എന്നുള്ള കമൻറ്റുകൾ കൂടുതലും വരണത് കണ്ടിട്ടുണ്ട്. അപ്പം നമുക്കുള്ളൊരു വീടില്ല എന്നുണ്ടെങ്കിൽ
നമുക്ക് ഉള്ള വീടിന് നമുക്ക് ആദ്യം നന്ദി പറയാം. ഇപ്പം ഒരു വീടില്ലാത്ത ഒരാളാണെങ്കിൽ നമുക്കിപ്പോൾ വാടക കൊടുത്തായിരുന്നാലും ഒരു വീട്ടിൽ കഴിയുന്ന വാടക കൊടുത്തായിരുന്നാലും നമുക്കൊരു വീടുണ്ടല്ലോ എന്നതിന് നമ്മൾ നന്ദി പറയുക. അതിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ നമ്മൾ നന്ദി പറയാം. അതിന് ആ വാടക കൊടുക്കാനുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ടായിരുന്നതിന് നന്ദി പറയാം. അതിന് വേണ്ടിയിട്ടുള്ള ജോലി ഉള്ളതിന് നമുക്ക് നന്ദി പറയാം. ആ വീട് നമുക്ക് ഇവിടെ ഇരുന്നാലും ആ സൗകര്യത്തിൽ കിട്ടിയതിന് നന്ദി പറയാം. നമ്മൾ ആ വീടിന് നമ്മൾ നന്ദി പറയുക. എന്നിട്ട് നമുക്ക് അടുത്ത് വേണ്ടത് നമുക്കൊരു പുതിയ വീടായിരിക്കില്ല. അത് നമ്മൾ മനസ്സിൽ നമ്മളൊന്ന് കാണുക. നമുക്ക് എങ്ങനത്തെ വീടാണ് വേണ്ടത്, അത് ഇനിയിപ്പോൾ എവിടെയാണ് നമുക്ക് ആ വീട് വേണ്ടത് എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ മനസ്സിൽ അത് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ഒന്ന് ഇത് എങ്ങനെ എപ്പോഴും എന്നുള്ള രീതിയൊന്നും ചിന്തിക്കേണ്ട. അത് നമ്മൾ മനസ്സിലൊന്ന് കാണുക. ആ മനസ്സിൽ നമുക്ക് ഇനി വയ്ക്കാൻ പോകുന്ന വീട് എവിടെ വേണം, എങ്ങനത്തെ വീടാണെന്നുള്ളത് മനസ്സിലൊന്ന് കണ്ടിട്ട് അത് മനസ്സിലൊന്ന് ഇമേജിൻ ചെയ്യുക. നമ്മളൊന്ന് വിഷ്വലൈസേഷൻ ചെയ്യുക. അതായത് നമ്മൾ മനസ്സിൽ തന്നെ ആ വീട് വെച്ചതായിട്ടും ആ വീട്ടിൽ താമസിക്കുന്നതായിട്ടും ആ വീട്ടിൽ സന്തോഷത്തോടൊക്കെ കഴിയുന്നതായിട്ടൊക്കെ നമ്മളൊന്ന് സ്വപ്നം കാണുക. ഇതിന് നമുക്ക് വേറെ പൈസ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല. മനസ്സിലൊന്നും ഒരു വിശ്വാസത്തോടെ അത് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അത് എങ്ങനെ എപ്പോഴും സമയത്ത് കിട്ടും എന്നുള്ളതൊന്നും നമ്മുടെ കയ്യിലല്ല. നമ്മളിങ്ങനെ മനസ്സിൽ നല്ല സന്തോഷത്തോടെ ആ വീട്ടിൽ നമ്മൾ ഫീൽ ചെയ്ത് ആ സന്തോഷത്തോടെ ആ വീട്ടിൽ കഴിയുന്നതായിട്ട് നമ്മൾ സ്വപ്നം കാണുക. ഒരു 5 മിനിറ്റെങ്കിലും എടുത്ത് നമ്മൾ സ്വപ്നം കണ്ടു. 17 സെക്കൻഡാണ് നമ്മൾ ആ റൂൾ പറയുന്നത്. എന്നാലും നമ്മൾ കാണാൻ പറ്റുന്ന രീതിയിൽ ആ വീട്ടിൽ നമ്മൾ ആ വീട്ടിൽ ആ മുറികളിൽ എത്ര മുറികളുണ്ടായിരിക്കണം, ആ മുറികളിൽ നമ്മൾ വേണ്ട കാര്യങ്ങളായിട്ട് ഇടുന്നതും അവിടെ ഒതുക്കി പറക്കിയൊക്കെ വയ്ക്കുന്നതും ആ വീട്ടിൽ കഴിയുന്നതും അത് ഇങ്ങനത്തെ വീടാണെന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ കയ്യിലാണ്. അത് നല്ല രീതിയിൽ നമ്മൾ അതിൽ താമസിക്കുന്നതായിട്ടൊക്കെ സ്വപ്നം കാണുക. അവിടെ സന്തോഷത്തോടെ സമാധാനത്തോടെ അവിടെ എത്ര അംഗങ്ങളാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ സ്വപ്നം കാണുക. ഈ സ്വപ്നം കണ്ടിട്ട് നമ്മൾ സ്വപ്നം കണ്ടാൽ ഇപ്പോൾ നമുക്ക് കിട്ടുമെന്ന് നമുക്ക് ചിന്തിക്കും. അപ്പോൾ സ്വപ്നം കണ്ടാൽ മാത്രമേ എല്ലാ കാര്യങ്ങളും കിട്ടുമെങ്കിൽ പിന്നെ എന്ത് വേണം? അതാണ് പറയുന്നത്, നമ്മൾ അത് വിശ്വാസത്തോടെ കാണുക. ആ സ്വപ്നം കണ്ടിട്ട് നമുക്കതിൽ അതിൽ താമസിക്കുന്നത് ആ ഫീലോടുകൂടി നമ്മൾ ആ വീട്ടിൽ താമസിക്കുന്നതായിട്ടൊക്കെ നമ്മൾ സ്വപ്നം കാണുക. അപ്പം നമ്മളിൽ ദൈവത്തിൽ വിശ്വാസമുണ്ട്. ഈ നന്ദി പറയുന്നതിലൂടെയൊക്കെ തന്നെ നമുക്ക് ആ വീട് വയ്ക്കാനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അതിന് വേണ്ടിയിട്ട് എഫർട്ട് എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ മുന്നിലേക്ക് വരികയും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളങ്ങ് ചെയ്യുകയും ചെയ്യും. ആദ്യം വേണ്ടത് ഡൗട്ട് അടിക്കാതിരിക്കുക എന്നതാണ്. സംശയമില്ലാതിരിക്കുക. ഇതൊക്കെ നടക്കും, എൻ്റെ ദൈവം ഇതെല്ലാം എനിക്ക് നടത്തിത്തരും. എന്തും നടത്തിത്തരാനുള്ള കഴിവുള്ള ആളാണ് നമ്മുടെ ദൈവം. അത് എങ്ങനെയായിരുന്നാലും നമ്മുടെ ദൈവം അത് നടത്തിത്തരും. ആ ദൈവത്തിലേക്കുള്ള ഉറച്ച വിശ്വാസത്തോടെ നമ്മളത് മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നടക്കും. അവിടെ നമ്മുടെ ദൈവത്തിൽ നമുക്കൊരു ഡൗട്ട് അടിക്കാൻ പറ്റില്ല. നമ്മുടെ മതത്തിൽ പറയുന്നത് എല്ലാ കാര്യവും എന്നിൽ ഭാരമേൽപ്പിക്കൂ എന്നാണ് പറയുന്നത്. എന്നിട്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് നടക്കാനാണ്. അത് എൻ്റെ നാഥമുണ്ട്, അവൻ നടത്തിത്തരും. അവൻ കാര്യങ്ങൾ നടത്തിത്തരും. അവൻ വേണ്ടത് എന്താണോ അത് നടത്തിത്തരും എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ ദൈവത്തിലേക്ക് ഭാരമേൽപ്പിക്കുക എന്നാണ്. എന്നിട്ട് മിണ്ടാതിരിക്കുക എന്നല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കാനുള്ള എല്ലാ വഴികളും നമ്മളിലേക്ക് തുറന്നു തരും. അപ്പോൾ ആ വീട് വയ്ക്കാനുള്ള ചിലപ്പോൾ നമ്മൾ ഇന്ന ജോലിയിൽ ഇരുന്നുകൊണ്ട് മാത്രം നമുക്ക് ആ രീതിയിലുള്ള വീട് വയ്ക്കാൻ കഴിയണമെന്നില്ല. അപ്പോൾ അടുത്ത ജോലിക്കുള്ള സാധ്യതകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരികയും നമ്മുടെ മനസ്സത്രയും ക്ലിയർ ആയിരിക്കുമ്പോൾ എന്നാലേ നമുക്കിതൊക്കെ കാണാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പരാതിയും പരിഭവവും ദുഃഖവും ദുരിതവും ഒക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന ഇങ്ങനെ നമ്മുടെ മുന്നിൽ വരുന്ന സാധ്യതകളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഇതിന് പരാതിയും പരിഭവവും അപ്പുറത്തുമായിട്ടുള്ള കമ്പാരിസവും ഒക്കെ ഒഴിവാക്കി നമ്മളെ മനസ്സ് ക്ലിയറായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഈ സാധ്യതകൾ കാണുക അതിന് വേണ്ടിയുള്ള സ്റ്റെപ്പുകൾ എടുത്ത് വയ്ക്കാനും കഴിയും. അതാണ് പറയുന്നത്, നമ്മൾ മൈൻഡിന് അത്രയും കപ്പാസിറ്റി ഉണ്ട്. അതിൽ നടത്തി തരാൻ നമ്മൾ പ്രപഞ്ച ശക്തിക്കും അത്രയും കപ്പാസിറ്റി ഉണ്ട്. അപ്പം നമ്മൾ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാറ്റ്ഫുള്ളായിരിക്കണം. നമ്മൾ നന്ദിയുള്ള ആളായിരിക്കണം. നന്ദിയുള്ള ആൾക്കാർക്ക് മാത്രമേ ദൈവം കൂടുതലായിട്ട് അനുഗ്രഹങ്ങൾ കൊടുക്കുകയുള്ളൂ. എങ്കിൽ മാത്രം നമുക്ക് നല്ല രീതിയിൽ സന്തോഷത്തോടെ സമാധാനത്തോടൊക്കെ കഴിയാനും പറ്റുന്നത് നമ്മൾ നന്ദിയുള്ള ആളായിരിക്കണം. നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്കായിരുന്നത് നമ്മൾ നന്ദി പറയുക. ഇപ്പം വിശ്വാസത്തോടെ നന്ദിയോടുകൂടി കാര്യങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഫലം കിട്ടണം. അങ്ങനെ ഇതിനൊക്കെ നമുക്ക് മനസ്സമാധാനം ഒരു സന്തോഷമൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു 21 ദിവസം നന്ദി പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. അത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാവുകയും നമുക്ക് ഹാപ്പി ആയിരിക്കാൻ പറ്റും.
ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.